മജീദ് മജീദ് എന്ന് പറഞ്ഞ ആൾ ആൻ അൺമാരീഡ് യങ് മാൻ, അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഹു മാനേജസ് എ ലോക്കൽ സെവൻസ് ഫുട്ബോൾ ടീം. ഒരു സെവൻസ് ഫുട്ബോൾ ടീമിനെ മാനേജ് ചെയ്യുന്ന അതിൻ്റെ ഒരു മാനേജറാണ് അദ്ദേഹം. റിക്രൂട്ട്സ് ടാലൻറ്റഡ് നൈജീരിയൻ പ്ലെയേഴ്സ് ടു സ്ട്രെങ്തൻ ഹിസ് ടീം. അദ്ദേഹത്തിൻ്റെ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈജീരിയയിൽ നിന്ന് നല്ല കഴിവുള്ള കളിക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യലാണ് മൂപ്പര പരിപാടി. വൺ സച്ച് പ്ലെയർ, അതുപോലൊരു കളിക്കാരനാണ് സാമുവൽ റോബിൻസൺ. സാമുവൽ റോബിൻസൺ, അഫെക്ഷനറ്റ്ലി നിക്നെയിംഡ് സുഡാനി ഫ്രം നൈജീരിയ. സ്നേഹത്തോടെ അദ്ദേഹം സുഡാനി ഫ്രം നൈജീരിയ എന്ന് വിളിക്കപ്പെട്ടു, ചെല്ലപ്പേര് വിളിക്കപ്പെട്ടു. ക്വിക്ക്ലി ബിക്കംസ് എ ലോക്കൽ സെൻസേഷൻ ഫോർ ഹിസ് സ്കിൽ ആൻഡ് കരിഷ്മ. ഈ പറഞ്ഞ ഈ റോബിൻസൺ അല്ലെങ്കിൽ ആ ഫുട്ബോൾ കളിക്കാരൻ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ക്വിക്ക്ലി ബിക്കംസ് എ ലോക്കൽ സെൻസേഷൻ, ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയാണ്. ഫോർ ഹിസ് സ്കിൽ ആൻഡ് കരിസ്മ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനും, കരിസ്മ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ആകർഷിക്കാനുള്ള ഒരു കഴിവിനാണ് കരിസ്മ. നമ്മൾ വലിയ ലീഡേഴ്സിനൊക്കെ കരിസ്മാറ്റിക് എന്ന് പറയും. ആൾക്കാരെ മൊത്തം കയ്യിലെടുക്കാനുള്ള ഒരു കഴിവിനൊക്കെയാണ് കരിസ്മാറ്റിക് എന്ന് പറയുക. അപ്പോൾ കരിസ്മ എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യിലെടുക്കാനും ആകർഷിക്കാനൊക്കെ ഉള്ളൊരു കഴിവ്. അപ്പോൾ ഈ പ്ലെയറുടെ ആ സ്കില്ലും കരിസ്മയൊക്കെ കണ്ടിട്ട് എന്താണ് അതൊരു ലോക്കൽ സെൻസേഷൻ ആവുക, പ്രാദേശികമായിട്ട് എല്ലാവരും അയാളെക്കുറിച്ച് അറിയുകയും അതൊരു വിഷയമാവുകയും ചെയ്യാണ്. ഡ്യൂറിങ് എ മാച്ച്, ഒരു മത്സരത്തിനിടയിൽ സുഡാനി സഫേഴ്സ് എ സഡൻ ഇഞ്ചുറി ദാറ്റ് ചേഞ്ചസ് ബോത്ത് ഹിസ് ആൻഡ് മജീദ്സ് ലൈഫ്സ്. ഒരു കളീൻ്റെ ഇടയിൽ സുഡാനി സഫേഴ്സ് എ സഡൻ ഇഞ്ചുറി, പെട്ടെന്നൊരു പരിക്ക് പറ്റുകയാണ് ഈ സുഡാനിക്ക്. ദാറ്റ് ചേഞ്ചസ് ബോത്ത് ഹിസ് ആൻഡ് മജീദ്സ് ലൈഫ്സ്, അത് അദ്ദേഹത്തിൻ്റെയും മജീദിൻ്റെയും ഒക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ആ ഒരു പരിക്ക്. അണാബിൾ ടു അഫോർഡ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൂടുതൽ അഡ്മിഷൻ കൊടുക്കുന്നുള്ള ക്യാഷ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മജീദ് ബ്രിങ്സ് സുഡാനി ഹോം ടു റിക്കവർ. മജീദ് എന്താ ചെയ്യുകയാണ്, അതായത് സൗബിന് ഈ സുഡാനിനെ വീട്ടിൽ അസുഖം മാറാൻ വേണ്ടി, റിക്കവർ ആകാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഡ്യൂറിങ് ദിസ് സ്റ്റേ, ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എ ഡീപ്പ് ബോണ്ട് ഫോംസ് ബിറ്റ്വീൻ ദം, അവർക്കിടയിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഫോം ചെയ്യുകയാണ്. ട്രാൻസെൻഡിങ് റിലീജിയൻ, നാഷണാലിറ്റി ആൻഡ് കൾച്ചർ, മതത്തെയും ദേശീയതയും സംസ്കാരത്തെയും ഒക്കെ അതീതമായി അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള. ദ വില്ലേജ് വാംലി എംബ്രൈസസ് സുഡാനി, ആ നാട് വളരെ സന്തോഷത്തോടു കൂടി ഈ സുഡാനിനെ ആശ്ലേഷിക്കുകയാണ്. വൈൽസ് മജീദ്സ് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് മദർ ആൻഡ് സ്റ്റെപ്പ് ഫാദർ ബിക്കംസ് മോർ അപ്പാരൻറ്റ്. അതേസമയം ഈ മജീദിൻ്റെ തൻ്റെ ഉമ്മയോടും രണ്ടാം അച്ഛനോടുള്ള ആ ഒരു അത്ര ഹെൽത്തി അല്ലാത്ത ഒരു ബന്ധം, അതും നല്ല ഈ സിനിമയിൽ വെളിവായി കാണിക്കുന്നുണ്ട്. ത്രൂ ഫ്രണ്ട്ഷിപ്പിലൂടെ ബോത്ത് മെൻ, രണ്ടാളും കോൺഫ്രണ്ട് ലോൺലിനെസ് ആൻഡ് റീഡിസ്കവർ കമ്പാഷൻ. ഫ്രണ്ട്ഷിപ്പിലൂടെ രണ്ടാളും എന്താക്കുകയാണ്, ഏകാന്തത. ത്രൂ ഫ്രണ്ട്ഷിപ്പിലൂടെ ബോത്ത് മെൻ കോൺഫ്രണ്ട് ലോൺലിനെസ് ആൻഡ് റീഡിസ്കവർ കമ്പാഷൻ. രണ്ടാളുകളും തങ്ങളുടേതായ ഏകാന്തതയെ നേരിടുകയാണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ദ സ്റ്റോറി ഇൻറ്റൻസിഫൈസ്, ഈ കഥ കൂടുതൽ ഊർജിതമാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ സ്ട്രോങ് ആവുന്നത്. വെൻ ലോക്കൽ അതോറിറ്റീസ്, അവിടെയുള്ള പ്രാദേശിക അതോറിറ്റീസ് ഡിസ്കവർ സുഡാനീസ് പാസ്പോർട്ട് ഈസ് ഫേക്ക്, അവിടെയുള്ള പോലീസ് എന്താണ്, സുഡാനിൻ്റെ പാസ്പോർട്ട് ഫേക്കാന്ന് കണ്ടെത്തുകയാണ്. എ ഡെസ്പറേറ്റ് ആക്ട് ബൈ ദ ഓർഫാൻഡ് റെഫ്യൂജി ടു സപ്പോർട്ട് ഹിസ് സിസ്റ്റേഴ്സ് ഇൻ നൈജീരിയ. വളരെ നിരാശാജനകമായ ഒരു പ്രവൃത്തി. ബൈ ദ ഓർഫാൻഡ് റെഫ്യൂജി, അനാഥനായ ആ ഒരു അഭയാർത്ഥി സുഡാനിനെ, ടു സപ്പോർട്ട് ഹിസ് സിസ്റ്റേഴ്സ് ഇൻ നൈജീരിയയിലുള്ള തൻ്റെ പെങ്ങന്മാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫേക്ക് പാസ്പോർട്ടായിട്ട് വന്നത്. ആസ് ഡിപ്പോർട്ടേഷൻ ലൂംസ്, അപ്പോൾ ഈ സുഡാനിനെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ആശങ്കകളൊക്കെ വരുന്നുണ്ട്. ലൂം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടാന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. എന്തെങ്കിലും ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അങ്ങനെ ഡിപ്പോർട്ടേഷനെ കുറിച്ചുള്ള പേടികൾ വരുന്നുണ്ട്. ന്യൂസ് ഓഫ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്, അതേപോലെ തന്നെ ഈ സുഡാനിൻ്റെ അച്ചമ്മയുടെ മരണം സ്ട്രെങ്തൻസ് ഹിസ് ഡിസയർ ടു റിട്ടേൺ ഹോം, വീട്ടിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ശക്തി പകരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് പോകണമെന്നൊന്നും കൂടി ആഗ്രഹിക്കുന്നു. മജീദ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റാലി ടു ഹെൽപ്പ് ഹിം, മജീദും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഈ സുഡാനിനെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരാകുന്നു. ഓവർകമ്മിങ് ബ്യൂറോക്രാറ്റിക് ആൻഡ് മോറൽ ചലഞ്ചസ്, നിയമപരമായിട്ടുള്ളതും മറ്റ് ധാർമ്മികമായിട്ടുള്ളതും എല്ലാ വെല്ലുവിളികളും മറികടന്നുകൊണ്ട്
അൾട്ടിമേറ്റ്ലി അവസാനം സുഡാനി റിട്ടേൺസ് ടു നൈജീരിയ, സുഡാനി നൈജീരിയയിലേക്ക് തിരിച്ചു പോകുന്നു. ആൻഡ് മജീദ് റീകൺസൈൽസ് വിത്ത് ഹിസ് എസ്ട്രേഞ്ച്ഡ് ഫാമിലി, അകന്നു നിന്ന കുടുംബവുമായിട്ട് മജീദ് മെല്ലെ യോജിപ്പിലാവുകയും ചെയ്യുന്നു. ഇനി തീംസ് ആൻഡ് ഇമ്പാക്റ്റ്, അതിൻ്റെ തീമും അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ പറയാണ്. ഓക്കെ, ദ ഫിലിം ഹൈലൈറ്റ്സ് യൂണിവേഴ്സൽ ഹ്യൂമൻ കണക്ഷൻ. ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്നത് ലൗകികമായ മനുഷ്യബന്ധങ്ങളാണ്. അക്രോസ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡിവൈഡ്സ്, മതപരവും സാംസ്കാരികവുമായിട്ടുള്ള വേർതിരിക്കൊക്കെ അപ്പുറത്ത്. ഇറ്റ് സെലിബ്രേറ്റ് ദ വാംത്ത് ഓഫ് കേരള സ്മാൾ ടൗൺ ലൈഫ്, കേരളത്തിലെ ആ ചെറിയ ടൗൺ ലൈഫിൻ്റെ ആ ഒരു ചൂടൊക്കെ ആ സിനിമ ആഘോഷിക്കുന്നു. വിത്ത് എക്സ്പ്ലോറിങ് മൈഗ്രേഷൻ, തീർത്ഥാടനം, അതേപോലെ തന്നെ ലോങ്ങിങ്, ഒരു നാടിൽ നിൽക്കാനുള്ള വലിയ ആഗ്രഹം, ആൻഡ് കൈൻഡ്നെസ്, ദയ. ഇറ്റ് ആൾസോ ക്രിട്ടിക്സ് സിസ്റ്റമിക് ഫ്ലോസ് ദാറ്റ് മാർജിനലൈസ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ഡോക്യുമെൻറ്റേഷൻ ഓർ ഐഡൻറ്റിറ്റി. ഇത് അതേപോലെ തന്നെ നിരൂപണ വിധേയമാക്കുന്നു സിസ്റ്റമിക് ഫ്ലോസ്, ഒരു സിസ്റ്റത്തിൻ്റെ പരാജയങ്ങൾ, ദാറ്റ് മാർജിനലൈസ്, അത് ഒറ്റപ്പെടുത്തുന്നു, ഇൻഡിവിജ്വൽസ്, ആളുകളെ, ബേസ്ഡ് ഓൺ ഡോക്യുമെൻറ്റേഷൻ ഓർ ഐഡൻറ്റിറ്റി, അവരുടെ ഡോക്യുമെൻറ്റേഷനും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയായി ബന്ധപ്പെട്ട് അതിൻ്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ പ്രയാസപ്പെടുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്ലോസും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെ.